ന്യൂസ് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോഴിക്കോട് ഗാന്ധിനഗർ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് ജൂൺ 25-ന് പരിഗണിക്കും. 24 വാർത്തയെ തുടർന്നാണ് നടപടി. അതേസമയം മരിച്ച മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ച് സർക്കാർ. അന്തിമ റിപ്പോർട്ട് ലഭിച്ച ശേഷം അർഹമായ ധനസഹായവും തുടർ നടപടിയും ഉണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചു. VA ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, ഈ ഒരു വാർത്ത, വളരെ ദുഃഖകരമായ വാർത്ത വന്നതിന് ശേഷം സഹോദരന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. KSEBക്ക് വീഴ്ചയുണ്ടായി എന്നുള്ള രീതിയിൽ കുടുംബത്തിന്റെ പരാതി എത്തുന്നു. ആ രീതിയിൽ തന്നെ റിപ്പോർട്ടുകൾ വരുന്നു. ഇപ്പോൾ കുടുംബത്തിന് പൂർണ്ണ പിന്തുണയാണ് KSEBയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്മിത, ഈ സംഭവത്തിൽ മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് ധനസഹായം നൽകാനുള്ള ഒരു അടിയന്തര തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകാനാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KSEBക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഒരു പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഇത് പരിശോധിച്ച ശേഷമാണ് KSEBക്ക് വീഴ്ചയുണ്ടായി എന്ന നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ധനസഹായം നൽകാൻ അടിയന്തരമായി നൽകുന്നതിന് ഉള്ള തീരുമാനമെടുത്തത്. മാത്രമല്ല, ഇൻസ്പെക്ടറേറ്റിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അർഹമായ ധനസഹായം മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് നൽകുമെന്നും ഇപ്പോൾ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. സ്മിത, ശരി. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.